ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ ഗണിതം എക്സാം ആണല്ലേ. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ മാത്സിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്രാവശ്യം വന്നിട്ടുള്ള നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതം ഓണം എക്സാം 2025-26 മാതൃകാ ചോദ്യപേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്കുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സമയം 2 മണിക്കൂറും 15 മിനിറ്റും ആണ്. അപ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി തീരണം. കുട്ടിയുടെ പേര് എഴുതാനുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം. വിദ്യാലയത്തിൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരും ഡിവിഷനും എഴുതണം. അതുപോലെ ടീച്ചറുടെ ഒപ്പ്, രക്ഷിതാക്കളുടെ ഒപ്പ്, അതെല്ലാം അവർ ചെയ്തോളും. അതുപോലെ നിങ്ങൾക്ക് ക്രമ നമ്പറും നിങ്ങളുടെ പ്രവർത്തനങ്ങളും തന്നിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ലഭിച്ച ഗ്രേഡും എഴുതാനുള്ള സ്ഥലം നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരം ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്, ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് സമാശ്വാസ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചോദ്യം നന്നായി വായിച്ചു നോക്കുകയും അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്, അറിയാത്തത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഉത്തരങ്ങളൊന്ന് ആസൂത്രണം ചെയ്തു വെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങൾ ടോട്ടൽ 5 പ്രവർത്തനങ്ങൾ ചെയ്യണം. എന്തായാലും നിർബന്ധമായിട്ടും കൂട്ടുകാർ 5 പ്രവർത്തനങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലെ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രവർത്തനം 1 എഴുതാനെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ABCD എന്ന് പറഞ്ഞ 4 ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകാർ മുഴുവനും ഉത്തരം എഴുതിയിരിക്കണം. 3, 5 എന്നിവയിൽ ഓരോന്നിലും 2 പ്രവർത്തനങ്ങൾ വീതമുണ്ട്. അതിൽ ഓരോന്ന് വീതം എഴുതിയാൽ മതി. അപ്പം 3, 5 എന്നീ പ്രവർത്തനങ്ങളിൽ കൂട്ടുകാർക്ക് 2 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിൽ കൂട്ടുകാർ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി, 2ഉം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഏതാണോ നന്നായിട്ട് അറിയാവുന്ന പ്രവർത്തനം അത് എഴുതിയാൽ മതി കേട്ടോ. അത് 3, 5 എന്നീ ആക്ടിവിറ്റികൾ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റികളിലും കൂട്ടുകാരെല്ലാതും എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം 1 എണ്ണാം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനമാണ്. നമുക്ക് അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതിൽ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ചിത്രങ്ങൾ കൂട്ടുകാർ നന്നായി നോക്കണം. അപ്പോൾ അതിലെ ചോദ്യം ചിത്രത്തിലെ രൂപങ്ങൾ എണ്ണി എഴുതുക എന്നാണ്. ചിത്രത്തിലെ നമുക്ക് തന്നിരിക്കുന്ന രൂപങ്ങൾ എഴുതാനാണ് പറയുന്നത്, അതിൻ്റെ എണ്ണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഏത് രൂപമാണ് തന്നിട്ടുള്ളത്? ചതുരമാണല്ലേ. ചതുരം എത്ര എണ്ണം ഉണ്ട് നമ്മളെ ചിത്രത്തിൽ? ചതുരം 10 എണ്ണമാണ് ഉള്ളത്. അതുപോലെ ത്രികോണം 7 എണ്ണവും വൃത്തം 7 എണ്ണവും, അതായത് വട്ടം 7 എണ്ണവുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണി നോക്കിയിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് അതിൽ ഈ ചിത്രങ്ങളൊക്കെ രൂപങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ അത് നന്നായിട്ട് എണ്ണി നോക്കണം, എന്നിട്ട് എഴുതണം കേട്ടോ. അതിൽ B ചോദ്യം തുടർന്ന് വരുന്നത് വരച്ച് ചേർക്കുക എന്നാണ്. അപ്പോൾ അതൊരു പാറ്റേൺ പോലെയാണല്ലേ വരച്ചിട്ടുള്ളത്. തുടർന്ന് നൽകുന്നത് എങ്ങനെയായിരിക്കും? ഒരു ശരിയായിട്ടുള്ള മേലേക്കുള്ള ശരിയായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ അവിടെ വരച്ചിട്ടുള്ള ആ ഒരു ചിത്രം തന്നെയാണ് വരുന്നത്. അതിൽ C ചോദ്യം അടുത്തത് ഏത് എന്നാണ്. ഇതുപോലെ ഒരു പാറ്റേൺ തന്നെയാണ് തന്നിട്ടുള്ളത്. ശരി ഉത്തരത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതായിരിക്കും വരുന്നത്? അപ്പോൾ ശരിയായ ഉത്തരം A ആണ്. അപ്പോൾ ആ Aയിലുള്ള ആ ഒരു ചിത്രമാണ് കൂട്ടുകാർ അവിടെ വരച്ച് ചേർക്കേണ്ടത്. നടുവിലത്തെ ത്രികോണത്തിൽ കളർ കൊടുത്തിട്ടുള്ളതാണല്ലേ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് പ്രവർത്തനം 2 മൃഗശാലയിൽ. മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. അപ്പോൾ എന്താണ്, മൃഗശാല സന്ദർശിക്കാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ബസ് 1 438 മുതൽ 490 വരെ, ബസ് 2 500 മുതൽ 553 വരെ, ബസ് 3 599 മുതൽ 608 വരെ. ചോദ്യം എന്താണ്? ബസ് 1 വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം A ആണ്. 490 മൈനസ് 438 പ്ലസ് 1 അങ്ങനെയാണല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കുട്ടികളാണ് ബസ് 1 വന്നത്? 61 കുട്ടികളാണല്ലേ. ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ ബസ്സിൽ എത്രയൊക്കെ കുട്ടികളാണ് വന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ബസ്സിൽ നമ്മൾ നോക്കിയല്ലേ 61 കുട്ടികളാണ് ഉള്ളത്. രണ്ടാമത്തെ ബസ്സിൽ എങ്ങനെയാണ് നോക്കേണ്ടത്? 553 മൈനസ് 500 ചെയ്യുക, എന്നിട്ട് ആ ആൻസറിൽ കൂടെ 1 കൂട്ടുക. അപ്പോൾ 54 ആൻസറായിട്ട് വരും. അടുത്തത് ബസ് 3 608 മൈനസ് 599 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ആണ് കിട്ടുന്നത്. 9ൻ്റെ കൂടെ പ്ലസ് 1 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ 61, രണ്ടാമത്തെ ബസ്സിൽ
54 അതുപോലെ മൂന്നാമത്തെ ബസ്സിൽ 10 കുട്ടികൾ വീതമാണ് വന്നിട്ടുള്ളത് അല്ലേ. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? അപ്പോൾ ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ, ബസ് 1-ലാണ് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്. അതിൽ സി ചോദ്യം, 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര? 3 ബസ്സിലും കൂട്ടിയിട്ട് എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ 61, രണ്ടാമത്തെ ബസ്സിൽ 54, മൂന്നാമത്തെ ബസ്സിൽ 10 എന്നിങ്ങനെയാണല്ലേ കുട്ടികൾ വന്നിട്ടുള്ളത്. അപ്പോൾ 61 + 54 + 10 = 125. അപ്പോൾ ആകെ 125 കുട്ടികളാണ് വന്നിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 3 എ ചോദ്യമാണ് പറയുന്നത്, 1000 സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടന് മാസം 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓരോ കുട്ടിയും കൊടുത്ത നോട്ടുകളുടെ എണ്ണം 5 ആണ്. ചില നോട്ടുകളുടെ വില എഴുതിയിട്ടുണ്ട്, ബാക്കി നോട്ടുകളുടെ വില എഴുതി നോക്കൂ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അതിലെ എ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം അല്ലേ. അപ്പോൾ ഇഷാൻ, റിയ, ഐവാൻ എന്ന് പറയുന്ന 3 കുട്ടികളാണ് ഓട്ടോ ഡ്രൈവർക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. 1000 രൂപയാണ് ഓട്ടോ ചേട്ടന് മാസം കൊടുക്കാറുള്ളത്. അപ്പോൾ ആ മാസം കുട്ടികൾ എത്ര നോട്ടുകളാക്കിയിട്ടാണ് കൊടുത്തത്? 5 നോട്ടുകളാക്കിയിട്ടാണല്ലേ കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക? ഇഷാൻ ആദ്യം 200 കൊടുത്തിട്ടുണ്ട്, ഇനി എത്രയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും? പിന്നെ ഇഷാൻ എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫുള്ള് 200ൻ്റെ നോട്ടാണല്ലേ ഇഷാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 200ൻ്റെ നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 200 200 200 200 200. അപ്പോൾ എത്രയായി? 1000 ആയല്ലേ. പിന്നെ റിയ കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ 500 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 200, അപ്പോൾ എത്രയായി? 700 പിന്നെ ഒരു 100 800 പിന്നെ ഒരു 100 900 പിന്നെ ഒരു 100 1000 അപ്പോൾ അങ്ങനെയാണ് റിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐവാൻ കൊടുത്തിട്ടുള്ളത് ഒരു 100 ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 100 കൂടെ കൂട്ടുമ്പോൾ 200, പിന്നെ ഒരു 100 300, പിന്നെ ഒരു 100 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 100 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 400 പിന്നെ 600 കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്രയായി? 1000 ആയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 1000-ന് 3 പേരും കൂടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് അതിലെ ബി ചോദ്യം, മിഷ കൊണ്ടുവന്നത് 500ൻ്റെ ഒരു നോട്ടും പിന്നെ 10ൻ്റെ നോട്ടുകളുമാണ്. അവൾ കൊണ്ടുവന്ന നോട്ടുകളുടെ ആകെ എണ്ണത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പം മിഷ കൊണ്ടുവന്നത് 500ൻ്റെ ഒരു നോട്ട് പിന്നെ 10ൻ്റെ നോട്ടുകളുമാണല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും? 500ൻ്റെ ഒരു നോട്ട് പറയുമ്പോൾ 1 പിന്നെ 10ൻ്റെ എത്ര നോട്ടുകൾ വേണം? 50 നോട്ടുകളാണ് വേണ്ടത്. അപ്പോൾ 51 നോട്ടുകളാണ് നിഷ കൊണ്ടുവന്നിട്ടുള്ളത്. സി ചോദ്യം, ഒരു പെട്ടിയിൽ 5 10 20 50 എന്നീ നോട്ടുകൾ 2 വീതമുണ്ട്. ഇതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്തുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ തുക എത്ര? അപ്പോൾ 5ൻ്റെയും 10ൻ്റെയും 20ൻ്റെയും 50ൻ്റെയും വീതം 2 നോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്തിട്ട് അത് വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഉണ്ടാക്കുക? 5ൻ്റെ ഒരു നോട്ട് എടുക്കുക അല്ലേ. അപ്പോൾ പിന്നെ 10ൻ്റെ 2 നോട്ടും എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10ൻ്റെ 2 നോട്ടായാൽ 20 കിട്ടും, പിന്നെ 5ൻ്റെ ഒരു നോട്ടായാൽ 25 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 25. അടുത്തത് പ്രവർത്തനം 3 ബി ആണ്, കാർഡുകളി. അവിടെ കുറച്ച് കാർഡുകൾ നൽകിയിട്ടുണ്ട്. മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. ഒരാൾക്ക് 3 കാർഡ് എടുക്കാം. കണ്ണടച്ചാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിലെ സംഖ്യകൾ കൂട്ടുന്നതാണ് അയാൾക്ക് കിട്ടുന്ന പോയിന്റ്. അപ്പോൾ എന്താണ്? മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണല്ലേ. അപ്പോൾ ഒരാൾക്ക് 3 കാർഡ് എടുക്കാം, കണ്ണടച്ചിട്ടാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിലെ സംഖ്യകൾ കൂട്ടുന്നത് അയാൾക്ക് കിട്ടുന്ന പോയിന്റുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവർ എങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടാവുക എന്നെല്ലാം നമുക്ക് നോക്കാം. ഇതിൽ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 4 വിനോദയാത്ര. വിനോദയാത്രയ്ക്ക് ഓരോ കുട്ടിയും 625 രൂപയാണ് നൽകേണ്ടത്. മനുവും കൂട്ടുകാരും 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതികളായിട്ടാണ്. മനുവിൻ്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ എന്താണ്? വിനോദയാത്രയ്ക്ക് മനുവും കൂട്ടുകാരും കൂടെ 625 രൂപയാണ് കൊടുക്കേണ്ടത്. മനുവും കൂട്ടുകാരും കൂടെ 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതികളിലായിട്ടാണ്. അപ്പോൾ മനുവിൻ്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ എത്രയൊക്കെയാണെന്ന് നമ്മളോടൊന്ന് നോക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 625 രൂപ ഒരു തരത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. 6 100 രൂപ, 2 10 രൂപ, അതുപോലെ 5 1 രൂപ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളോടൊന്ന് എഴുതി കൊടുക്കാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അടുത്തത് അതിന് താഴെ 1 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. 1 രൂപ എന്ന് കൊടുത്താൽ നമ്മൾ അതേ സംഖ്യ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 625 1 രൂപ. പിന്നെ അടുത്തത് 5 100 രൂപ, പിന്നെ 12 10 രൂപ, 5 1 രൂപ. അതായത് 12 10 രൂപ എന്ന് പറയുമ്പോൾ 120, പിന്നെ 5 100 രൂപ 500 പിന്നെ അപ്പോൾ എത്രയാണ്? 500 + 120 620 ആയി. പിന്നെ 5 ആവാൻ എത്ര വേണം? 625 ആവാൻ 5ഉം കൂടെ മതി അല്ലേ. അപ്പോൾ 625 ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് 6 100 രൂപ,
10 രൂപ, പിന്നെ 5 1 രൂപ. അതായത് 6 100 രൂപ എന്ന് പറയുമ്പോൾ 600 പിന്നെ 2 10 രൂപ എന്ന് പറയുമ്പോൾ 20, 620 പിന്നെ 5 രൂപ, അപ്പോൾ 625 ആയിട്ടോ. പിന്നെ 62 10 രൂപ, അതായത് 620 ആയിട്ടോ. പിന്നെ 5 1 രൂപ, അപ്പോൾ 625 പിന്നെ 6 100 രൂപ, 25 രൂപ. അപ്പോൾ അങ്ങനെയെല്ലാം നൽകാം. അടുത്തത് പ്രവർത്തനം 5A ആണ്. എണ്ണം കണ്ടെത്താം. ഒരു പഞ്ചായത്തിലെ 2 സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിൽ. ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക. അപ്പോൾ 2 സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് നൽകിയിരിക്കുന്നത്. ഓരോ സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ആദ്യത്തെ സ്കൂളിൽ 110 കുട്ടിയും രണ്ടാമത്തെ സ്കൂളിൽ 109 കുട്ടിയുമാണ് ഉള്ളത്. 2-ാം ക്ലാസ്സിൽ ആദ്യത്തെ സ്കൂളിൽ 121 കുട്ടിയും രണ്ടാം സ്കൂളിൽ 111 കുട്ടിയുമാണ് ഉള്ളത്. 3-ാം ക്ലാസ്സിൽ ആദ്യത്തെ സ്കൂളിൽ 123 കുട്ടിയും രണ്ടാം സ്കൂളിൽ 130 കുട്ടിയുമാണുള്ളത്. ക്ലാസ് 4-ൽ സ്കൂൾ 1-ൽ എത്രയാണ്? 100 കുട്ടികളും അതേപോലെ സ്കൂൾ 2-ൽ 110 കുട്ടികളുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ 1-ാമത്തെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് എന്നറിയാൻ നമ്മൾ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 110 പ്ലസ് 121 പ്ലസ് 123 പ്ലസ് 100, അപ്പോൾ എത്രയാണ് ആകെ ഉള്ളത്? 454 കുട്ടികളാണ് 1-ാമത്തെ സ്കൂളിലുള്ളത്. 2-ാമത്തെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണങ്ങൾ എത്രയാണ്? 109 പ്ലസ് 111 പ്ലസ് 130 പ്ലസ് 110, അപ്പോൾ ആകെ 460 കുട്ടികളാണ് 2-ാമത്തെ സ്കൂളിലുള്ളത്. അതിലെ ബി ചോദ്യം, 2-ാമത്തെ സ്കൂളിൽ നിന്നും കുറേ കുട്ടികൾ 1-ാമത്തെ സ്കൂളിൽ ചേർന്നപ്പോൾ 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം തുല്യമായി. എത്ര കുട്ടികളാണ് സ്കൂളിൽ മാറിയത്? ശരി ഉത്തരത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ എന്താണ്? 1-ാമത്തെ സ്കൂളിൽ നിന്നും 2-ാമത്തെ സ്കൂളിലേക്ക് കുറേ കുട്ടികൾ മാറിയല്ലേ? അപ്പോൾ കുട്ടികളുടെ എണ്ണം എന്തായി? 2 സ്കൂളിലും തുല്യമായി. അപ്പോൾ എത്ര കുട്ടികളായിരിക്കും സ്കൂൾ മാറിയത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണുക? മൈനസ് ചെയ്താൽ മതിയല്ലേ. 460, അതായത് 2-ാമത്തെ സ്കൂളിലെ കുട്ടികളെ മൈനസ് 1-ാമത്തെ സ്കൂളിലെ കുട്ടികൾ. 460 മൈനസ് 454, അപ്പോൾ എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ 6 കുട്ടികൾ മാറിക്കഴിഞ്ഞാൽ 2 സ്കൂളിലും എത്രയാവും? തുല്യമായ എണ്ണമാവും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി 6 ആണ് ശരി ഉത്തരം. അടുത്തത് പ്രവർത്തനം 5-ലെ ബി ചോദ്യമാണ് നോക്കുന്നത്. പഴക്കട. മനുവിൻ്റെ അച്ഛന് ടൗണിൽ 2 പഴക്കടകളുണ്ട്. ഓണക്കച്ചവടത്തിന് ഈ കടകളിൽ നടന്ന നേന്ത്രപ്പഴ വിൽപ്പനയുടെ വിവരം നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? മനുവിൻ്റെ അച്ഛന് ടൗണിൽ 2 പഴക്കടകളാണ് ഉള്ളത്. ഓണക്കച്ചവടത്തിന് ഈ കടകളിൽ നടന്ന നേന്ത്രപ്പഴ വിൽപ്പനയുടെ വിവരമാണ് താഴെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ ദിവസം ആദ്യത്തെ കടയിൽ 212 കിലോ ആണ് വിറ്റുപോയത്. 2-ാമത്തെ കടയിൽ 175 കിലോ ആണ്. 2-ാമത്തെ ദിവസം 177 കിലോ 1-ാമത്തെ കടയിൽ വിറ്റുപോയത്. 215 കിലോ ആണ് 2-ാമത്തെ കടയിൽ വിറ്റുപോയത്. 3-ാം ദിവസം 208 കിലോ ആണ് ഫസ്റ്റത്തെ കടയിൽ വിറ്റുപോയത്. 2-ാമത്തെ കടയിൽ 217 കിലോയാണ് വിറ്റുപോയത്. അതിലെ എ ചോദ്യം, 2 കടകളിലെയും വിൽപ്പന ചേർത്ത് ഓരോ ദിവസത്തെയും മൊത്ത വിൽപ്പന കണ്ടെത്തൂ. അപ്പോൾ 2 കടയിലെയും ഓരോ ദിവസത്തെയും വിൽപ്പന ചേർത്തിട്ട് നമ്മളോട് മൊത്ത വിൽപ്പന കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ 1-ാം ദിവസത്തെയും 2-ാം ദിവസത്തെയും 3-ാം ദിവസത്തെയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 1-ാം ദിവസം വിറ്റുപോയത് എങ്ങനെയാണ്? 212 ആണ് ആദ്യത്തെ കടയിൽ വിറ്റുപോയത്. 175 കിലോ ആണ് 2-ാമത്തെ കടയിൽ വിറ്റുപോയിട്ടുള്ളത്. അപ്പോൾ 1-ാം ദിവസത്തേത് എങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുക? 212 പ്ലസ് 175 387 കിലോ ആണ് ആദ്യത്തെ ദിവസം വിറ്റുപോയത്. അടുത്തത് 177 പ്ലസ് 215, അതായത് 2-ാമത്തെ ദിവസം 1-ാമത്തെ കടയിൽ വിറ്റുപോയത് 177 കിലോയാണ്. അതുപോലെ 2-ാമത്തെ കടയിൽ 215 കിലോയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 392 ആണ് ആകെ 2-ാം ദിവസം വിറ്റുപോയ കിലോ കണക്ക്. 3-ാമത്തെ ദിവസം ആദ്യത്തെ കടയിൽ 208 കിലോയാണ് വിറ്റുപോയത്. 2-ാമത്തെ കടയിൽ 217 കിലോയാണ് വിറ്റുപോയത്. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 208 പ്ലസ് 217 425 കിലോയാണ് 3-ാമത്തെ ദിവസം ആകെ വിറ്റുപോയിട്ടുള്ളത് കേട്ടോ. അതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്? 3-ാം ദിവസമാണല്ലേ. അപ്പോൾ 3-ാം ദിവസം എന്ന് അവിടെ എഴുതണം കേട്ടോ. 3-ാം തന്നെ എഴുതിയാൽ മതി, ദിവസമാണ് എന്ന് അവിടെ ഓൾറെഡി ഉണ്ട്. അടുത്ത ബി ചോദ്യം, 3 ദിവസങ്ങളിലായി 1-ാമത്തെ കടയിൽ എത്ര കിലോഗ്രാം നേന്ത്രപ്പഴം വിറ്റു? ശരി ഉത്തരത്തിൽ ടിക്ക് അടയാളം ഇടുക. അപ്പോൾ 3 ദിവസങ്ങളിലായിട്ടും 1-ാമത്തെ കടയിൽ എത്ര നേന്ത്രപ്പഴമാണ് വിറ്റുപോയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 597 ആണ്. അപ്പോൾ സി ആണ് ശരി ഉത്തരം. സി ക്വസ്റ്റ്യൻ, 3 ദിവസങ്ങളിലെ വിൽപ്പന കണക്കാക്കുമ്പോൾ ഏതു കടയിലാണ് കൂടുതൽ നേന്ത്രപ്പഴം വിറ്റത്? അപ്പോൾ 3 ദിവസത്തെയും വിൽപ്പന കണക്കാക്കുമ്പോൾ ഏത് കടയിലാണ് കൂടുതൽ നേന്ത്രപ്പഴം വിറ്റത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ കടയിലാണ് കൂടുതൽ നേന്ത്രപ്പഴം വിറ്റത്. 208 കിലോ പ്ലസ് 217 കിലോ 425 കിലോയാണ് 2-ാമത്തെ കടയിൽ 3 ദിവസങ്ങളിലെയും വിൽപ്പന കണക്കാക്കുമ്പോൾ കൂടുതലായിട്ട് വിറ്റുപോയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് 3ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു മാതൃകാ ചോദ്യപേപ്പറിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. ഗുഡ് ലക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.